ഇന്ന് നമ്മൾ ചെയ്യണത് പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള ഓറഞ്ച് തൊലി വിളയിച്ചത്. അത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ നോക്കിയിട്ട് പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ചിക്കൂസ് ഡൈൻ്റെ വീഡിയോയിൽ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ അന്ന് വീഡിയോ എടുത്തില്ല, ഇന്നിപ്പോൾ വീഡിയോ എടുത്തു. അപ്പോൾ ഇതിനായിട്ട് ഒരു 7 ഓറഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓറഞ്ച് നന്നായിട്ട് കഴുകുക, ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചുരച്ച് കഴുകിയാൽ മതി. അപ്പോൾ നല്ല ക്ലീൻ ആവും. അത് കഴിഞ്ഞ് അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക, തൊലി മാത്രം കേട്ടോ. അപ്പോൾ തൊലി പൊളിച്ചിട്ട് പിന്നെ കഴുകണ്ട, തൊലി പൊളിക്കുന്നതിന് മുമ്പ് തന്നെ കഴുകിയിട്ട് ഇതുപോലെ പൊളിച്ചെടുക്കുക. ഇത് ഇപ്പോൾ കുറേ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അടുത്ത കൊല്ലം വരെ ഇരിക്കും, കേടാവൊന്നുമില്ല. അതുകൊണ്ടാണ് കുറേ ഉണ്ടാക്കി വെച്ചത്. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് കുറേ നാളിരുന്നു. കുറേ കേക്ക് ഉണ്ടാക്കി അതുകൊണ്ട് എടുത്തിട്ട്. കാരണം അതൊരു 2 ടീസ്പൂൺ മതി നമുക്ക് ഒരു വലിയൊരു കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതെല്ലാ തൊലിയും പൊളിച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ തൊലിയുടെ ഉള്ളിലത്തെ ഈ വൈറ്റ് പോർഷനില്ലേ, അതിങ്ങനെ ചുരണ്ടിക്കളയുക. കയ്പ്പ് കുറയാനാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. ചിക്കൂസ് ഡേൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഇത് പഠിച്ചത്. അതിലത്തെ കുറേ വീഡിയോസ് കണ്ടു, അതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ചിക്കൂസ് ഡേൻ്റെ വീഡിയോ. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കി. അപ്പോൾ അത് നല്ല സക്സസ് ആയി. അത് എല്ലാം നന്നായിട്ട് കളഞ്ഞെടുക്കുക. ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. വരണ്ടി എടുത്താൽ മതി, ചുരണ്ടി. അങ്ങനെ എല്ലാം കളഞ്ഞ് ഇനി കഴുകൊന്നും വേണ്ട കേട്ടോ. ഇനി നമ്മളതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നിറയെ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക. ഒരു 10 മിനിറ്റോളം തിളപ്പിക്കുക ആദ്യത്തെ പ്രാവശ്യം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് തിളക്കട്ടെ, ഒരു 10 മിനിറ്റ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം മാറ്റിക്കളയുക. കണ്ട, ഈ വെള്ളം ഇങ്ങനെ ഒരു അരിപ്പയിലിട്ടിട്ട് ഊറ്റിയെടുത്താൽ മതി. എന്നിട്ട് അത് വീണ്ടും നമ്മളത് പാത്രത്തിലിട്ടിട്ട് അതിൽ വീണ്ടും അതുപോലെ നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ തിളപ്പിക്കുക. എത്ര തിളപ്പിച്ചാലും കുറേശ്ശെ കയ്പ്പൊക്കെ ഉണ്ടാവും. നല്ല നമ്മൾ മധുരം ഇടും. പിന്നെ നമ്മൾ കേക്കിനുള്ളതല്ലേ, അതിൽ നല്ല മധുരം ഉള്ളതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അതിൻ്റെ രണ്ടാമതൊരു 5 മിനിറ്റ് തിളപ്പിച്ച് അതും നന്നായിട്ട് ഊറ്റിയെടുത്ത് വെള്ളമൊക്കെ പോയി തണുത്തു കിട്ടുക. ഇപ്പോൾ തൊലി അത് നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ വിളയിച്ചാലും ചെറിയ ഒരു കയ്പ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ആ ഓറഞ്ചിൻ്റെ മണം ഉണ്ടായാൽ പോരെ പ്ലം കേക്കിന്. ചെറിയ കയ്പ്പൊന്നും കുഴപ്പമില്ല. ഫുള്ള് കയ്പ്പ് ഇങ്ങനെ തിളപ്പിച്ചാലും പോകണില്ല കേട്ടോ. ഇതിന് ഈ ഓറഞ്ചിൻ്റെ ആണോന്ന് അറിയില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടാ. ഇനി നമുക്കിതിലേക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ്, അപ്പോൾ 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ട്. മിക്സിയിൽ അടിക്കേണ്ട, ഇതുപോലെ ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. മിക്സിയിൽ അടിച്ചാലും കുഴപ്പമില്ല. 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തു. ഇനി നമ്മളതൊരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ജ്യൂസ് ഒഴിക്കുക. പിന്നെ കുറച്ചും കൂടെ വെള്ളം, അതൊന്ന് നകക്കെ നിൽക്കണത്ര കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇനി വീണ്ടും തിളപ്പിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ തിളച്ച് ഇത് വറ്റി വരിക. ഇത്രയ്ക്കുള്ള പണി. വറ്റി ഇത്രയ്ക്കായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിന്നാൽ മതി. അങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ വറ്റിച്ചെടുക്കുക. ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. കൂടുതൽ ഡ്രൈ ആക്കണ്ട, അപ്പോൾ പഞ്ചസാര ക്രിസ്റ്റലാവും. അപ്പോൾ അതുപോലെ വേണ്ട, ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലം വരെയും ഇതിരിക്കും. എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ. അപ്പോൾ ഇനി കേക്ക് ഉണ്ടാക്കാനായിട്ട് എളുപ്പമായി. നല്ല മണം ഉണ്ടാവും, നല്ല സ്വാദ് ഉണ്ടാവും. നമ്മൾ വീട്ടിലുണ്ടാക്കിയതല്ലേ. അപ്പോൾ ഇതുപോലെ ഓറഞ്ച് തൊലി കേക്കിന് വേണ്ടി ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കിക്കോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. ബൈ.